പരീക്ഷയുടെ പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇനി ജനുവരി മാസം മുതൽ പരീക്ഷയുടെ ഒരുക്കങ്ങളും പരീക്ഷ കാലഘട്ടങ്ങളുമാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, 10ലും 12ലും പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന കുട്ടികൾ വരുന്ന 3 മാസത്തെ എങ്ങനെയാണ് പരീക്ഷയുടെ നിമിഷങ്ങൾക്കായിട്ട് ഒരുക്കുക എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, സാധാരണ നമ്മൾ റോഡ് മാപ്പുകളുണ്ടല്ലേ, ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് റോഡ് മാപ്പ് നോക്കിയാണ് പോകുന്നത്. ആ രീതിയിൽ നമ്മുടെ ഈ 3 മാസത്തെ നമുക്ക് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും. ആ റോഡ് മാപ്പ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിരിക്കാം. നമുക്കറിയാം, ആദ്യത്തെ ഫേസ്, റോഡ് മാപ്പിൻ്റെ ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ്, ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണ്. ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സിലബസിനെ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കുക. ഏതൊക്കെയാണ് എനിക്ക് പഠിക്കാനുള്ള സിലബസ്, ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏതൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ സിലബസിനെ ഏറ്റവും മനോഹരമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം, നമുക്കൊരു വിഷയത്തിന് 14 അധ്യായങ്ങൾ, 14 ചാപ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ ഡിവൈഡ് ചെയ്യണം. 2 അപ്പോൾ ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച്. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എത്ര ചാപ്റ്ററുകൾ, എത്ര വിഷയങ്ങൾക്കുണ്ടോ അതിനെ ഓരോ ആഴ്ചയിൽ പൂർത്തീകരിക്കുന്ന രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ സാധാരണ എന്താണ്, ചില കുട്ടികളൊക്കെ എന്തുണ്ടെങ്കിലും എന്തെങ്കിലും കാണാപ്പാഠം പഠിക്കില്ല, ബൈഹാർട്ട് ചെയ്യും. അത് മാറ്റിയിട്ട് കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കണം. അങ്ങനെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാലാണ് വലിയ ഗ്രാജുവേഷനും മാസ്റ്റേഴ്സിനും ഒക്കെ പോകുമ്പോൾ നമുക്ക് കൃത്യതയോടെ പഠിച്ച് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം നമ്മൾ പെട്ടെന്നൊരു ബൈഹാർട്ട് പഠിക്കേണ്ട ചില കാര്യങ്ങൾ അതൊഴിച്ച് ബാക്കി കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. അടുത്ത കാര്യം എന്താണ്? നമുക്കറിയാം, നമ്മൾ അതിനുശേഷം എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിവിഷൻ ചെയ്യണമല്ലോ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഷോർട്ട് നോട്ട്സുകൾ ഒക്കെ ഉണ്ടാക്കണം. അതാണ് റോഡ് മാപ്പിൻ്റെ ഒന്നാമത്തെ ഫേസ്. രണ്ടാമത്തെ ഫേസിലേക്ക് വരുമ്പോൾ, ആദ്യത്തെ ഫേസ് നമ്മൾ ചെയ്തു തീർക്കേണ്ടത് ആദ്യത്തെ ഒരു 2 അല്ലെങ്കിൽ 3 മാസം മുമ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ഒരു ജനുവരി, ഇപ്പം നമുക്കൊരു മാർച്ചിലാണ് പരീക്ഷയെങ്കിൽ ജനുവരി അവസാനത്തോടു കൂടിയെങ്കിലും നമ്മുടെ ഒന്നാമത്തെ ഫേസ്, റോഡ് മാപ്പിൻ്റെ ഒന്നാമത്തെ ഫേസ് ക്ലിയർ ചെയ്യണം. രണ്ടാമത്തേത് എന്താണ്? റിവിഷൻ റൗണ്ടാണ് രണ്ടാമത്തെ. അതായത് എക്സാമിന് 1-2 മാസം മുമ്പ്. ആദ്യത്തെ റിവിഷൻ തുടങ്ങുന്ന എക്സാമിന് 1-2 മാസം മുമ്പായിരിക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും പഠിച്ച് ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, നാളെ പ്രാവശ്യം പറയുന്നുണ്ട്, സ്റ്റഡി മൈൻഡ് മാപ്പ് എങ്ങനെ ഉണ്ടാക്കണ്ടേ, സ്റ്റഡി മൈൻഡ് മാപ്പ് ഉണ്ടാക്കാം. മാത്സ് മറന്നു പോകുന്ന പറയുന്ന ഫോർമുല ചാർട്ടുകളുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കാം. അങ്ങനെ പല മെത്തഡോളജി, പല മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് സിമ്പിൾ, വളരെ കൃത്യതയോടുകൂടി എന്ത് ചെയ്യണം? സിമ്പിൾ ക്വസ്റ്റിനെ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങണം. പഴയ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങണം. അതിനുശേഷം എന്ത് ചെയ്യണം? നമുക്കറിയാം, ചില സാഹചര്യങ്ങളിൽ നമ്മുടെ സിലബസ് മാറും. അല്ലാത്ത സാഹചര്യം നമുക്ക് ലാസ്റ്റ്, അതായത് കഴിഞ്ഞ ഒരു 5 വർഷത്തെയോ 4 വർഷത്തെയോ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ, നമുക്കറിയാം സ്കൂളിൽ നമുക്ക് പ്രിലിംസ് എക്സാം ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്. അതിന് മുന്നോടിയായി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു 5 വർഷത്തെയോ 4 വർഷത്തെയോ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റും, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അത് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, എങ്ങനെ ഓരോ ക്വസ്റ്റിന് വേണ്ടി സമയങ്ങൾ മാറ്റിവെക്കാവുന്നതിനെ കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഈ റിവിഷൻ തുടങ്ങുമ്പോഴാണ് ഏത് ഏരിയയാണ് എനിക്ക് ബുദ്ധിമുട്ടുള്ളത്, ഏത് ഏരിയയാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അതിനെ മനസ്സിലാക്കി ആ ഏരിയയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് രണ്ടാമത്തെ ഫേസ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് മാർച്ചിലാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നതെങ്കിൽ നമ്മളൊരു ഫെബ്രുവരി അവസാനത്തോടു കൂടിയെങ്കിലും നമ്മുടെ രണ്ടാമത്തെ ഫേസിനെ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു സ്നേഹമുള്ളവരെ, ഈ 2 ഫേസും, റോഡ് മാപ്പിൻ്റെ 2 ഫേസും നമ്മുടെ പഠനത്തിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താം. ഇന്ന് തന്നെ അതിൻ്റെ ടൈം ടേബിളുകളൊക്കെ ഉണ്ടാക്കി ഒരു കൃത്യതയോടുകൂടി, ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ പഠന സമയങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം. അതിനായിട്ട് പ്രത്യേകമാംവിധം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിജയം എല്ലാവർക്കും ആശംസിക്കുന്നു.